ഹായ്, മിലിയ ആർട്ട് ആൻഡ് ഫാഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു അസോർട്ടഡ് ജ്വല്ലറി കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കുറച്ച് ട്രഡീഷണൽ ആൻഡ് ഡിസൈനർ ജ്വല്ലറിയുടെ കളക്ഷനാണ് ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഓരോന്ന് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനർ നെക്ലസ് ആണ്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ്, പാറ്റേണിലാണ് ഈ ഒരു നെക്ലസ് വന്നിട്ടുള്ളത്. വളരെ മൈന്യൂട്ടായിട്ടുള്ള വൈറ്റ് AD സ്റ്റോൺസിൻ്റെ വർക്കാണ് ഈ ഒരു നെക്ലസിൽ വന്നിട്ടുള്ളത്. ഒരു കോറൽ റെഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് അടുത്തത്. സെയിം ഡിസൈനിൽ തന്നെ വന്നിട്ടുള്ള ഇയറിങ്സോട് കൂടി വന്നിരിക്കുന്ന നെക്ലസ് സെറ്റാണിത്. റെഡ് ബീഡ്സിൻ്റെ വർക്കാണ് ഈ ഒരു നെക്ലസിൽ വന്നിട്ടുള്ളത്. റൂബി റെഡ് ഷെയ്ഡിലുള്ള AD സ്റ്റോൺസിൻ്റെ നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് വന്നിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു നെക്ലസ് ആണ് ഇത്. ഇനി നമുക്ക് കുറച്ച് ട്രഡീഷണൽ മാലകൾ കാണാം. ഫസ്റ്റ് വൺ ഒരു പാലക്ക മാലയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സിംഗിൾ പാലക്ക സ്റ്റോൺ മാത്രം വന്നിട്ടുള്ള സിമ്പിളായിട്ടുള്ള എന്നാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാലയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റോൺ ആണ് ഈ ഒരു മാലയിൽ വന്നിട്ടുള്ളത്. ഇത് ഒരു സിമ്പിൾ ഗോൾഡൻ ത്രെഡ് ചെയിനിൽ നല്ല ഭംഗിയുള്ള ഒരു ട്രഡീഷണൽ ഡിസൈനിലുള്ള പെൻഡൻറ്റോട് കൂടി വന്നിരിക്കുന്ന മാലയാണ്. അതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എമറാൾഡ് ഗ്രീൻ സ്റ്റോൺ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെൻഡൻറ്റിൽ ലക്ഷ്മി രൂപവും വന്നിട്ടുണ്ട്. അടുത്തതും സിമ്പിൾ ആയിട്ടുള്ള ഗോൾഡൻ ത്രെഡ് ചെയിനിൽ കുറച്ച് വലുപ്പത്തിലുള്ള ഒരു റൗണ്ട് ഷേപ്ഡ് ട്രഡീഷണൽ പെൻഡൻ്റ് ആണ് വന്നിട്ടുള്ളത്. ഇതിലും വൈറ്റ് ആൻഡ് റൂബി സ്റ്റോൺസിൻ്റെ വർക്ക് വന്നിട്ടുണ്ട്. താഴോട്ട് ഗോൾഡൻ ബീഡ്സ് ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ മാലയാണ് ഇത്. ഇതും സിമ്പിളായിട്ടുള്ള ത്രെഡ് ചെയിനിൽ കുറച്ച് വലുപ്പത്തിലുള്ള ഒരു ട്രഡീഷണൽ ഡിസൈനിലുള്ള പെൻഡൻ്റ് ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു മാലയുടെ പ്രത്യേകത നല്ല ഭംഗിയുള്ള ആ ഒരു പെൻഡൻ്റ് തന്നെയാണ്. അതിൽ കാശ് ഡിസൈൻ വന്നിട്ടുണ്ട്. ചെറിയ റൂബി സ്റ്റോൺസ് വന്നിട്ടുണ്ട്. താഴോട്ട് ഗോൾഡൻ ബീഡ്സ് ഹാങ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ നടുവിലായിട്ട് ലക്ഷ്മി രൂപവും കൊടുത്തിട്ടുണ്ട്. അടുത്തത് കുറച്ച് ബ്രേസ്ലെറ്റ്സിൻ്റെ കളക്ഷനാണ്. 2 ഡിഫറെൻറ്റ് ഡിസൈൻസിലുള്ള ബ്രേസ്ലെറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ഡിസൈൻ ഇതാണ്. ഇതിൻ്റെ 2 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈ ഒരു റെഡ് സ്റ്റോൺ വരുന്നത്, ആൻഡ് സെക്കൻഡ് വൺ സെയിം പാറ്റേൺ തന്നെ ഗ്രീൻ എമറാൾഡ് ഗ്രീൻ സ്റ്റോൺ ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്നത്തെ സെക്കൻഡ് ഡിസൈൻ ബ്രേസ്ലെറ്റ് വന്നിരിക്കുന്നത് ഇതാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള AD സ്റ്റോൺസിൻ്റെ വർക്കാണ് ഇതിലും വന്നിട്ടുള്ളത്. 2 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ബ്ലാക്ക് സ്റ്റോൺസ് വന്നിരിക്കുന്നത്, ആൻഡ് സെക്കൻഡ് വൺ റൂബി റെഡ് ഷെയ്ഡിലുള്ള സ്റ്റോൺസിൻ്റെ വർക്ക് ഉള്ളത്. അടുത്തത് വളകളാണ്. ആദ്യം തന്നെ നമുക്ക് ഡിസൈനർ വളകൾ കണ്ടു തുടങ്ങാം. ബ്ലാക്ക് ആൻഡ് റൂബി റെഡ് ഷെയ്ഡിലുള്ള AD സ്റ്റോൺസിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് വന്നിരിക്കുന്ന ഒരു വളയാണ് ഇത്. ഇതും വളരെ ചെറിയ AD സ്റ്റോൺസിൻ്റെ വർക്ക് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനർ വളയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഡെയിലി യൂസിന് ഉപയോഗിക്കാവുന്നതാണ്. നല്ല വീതി കുറഞ്ഞ വളകളാണ്. ഇതിൻ്റെ 2 ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ ബ്ലാക്ക് ആൻഡ് സെക്കൻഡ് വൺ ഒരു നേവി ബ്ലൂ ഷെയ്ഡ്. അടുത്തത് പഞ്ചലോഹം വളകളാണ്. നമ്മൾ ഇതിനു മുമ്പ് പഞ്ചലോഹം വളകളുടെ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇത്തവണ അതിൻ്റെ കുറച്ച് ഡിസൈൻസ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ്. എല്ലാം തന്നെ ഒരു സെൽഫ് ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഇതാണ്. സെക്കൻഡ് ഡിസൈൻ വരുന്നത് ഇതാണ്. അതിൽ തന്നെ ഒരു സെൽഫ് പാറ്റേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചെറിയ വ്യത്യാസമാണ് പാറ്റേണിൽ എല്ലാത്തിലും വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് സിമിലർ ഡിസൈൻസ് ആണ് മിക്കതും. ഇതാണ് തേർഡ് വൺ. ആ സെൽഫ് പാറ്റേണിൽ വന്നിട്ടുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് എല്ലാം തമ്മിലുള്ളത്. ഓൾമോസ്റ്റ് സിമിലർ ഡിസൈൻസ് ആണ് എല്ലാം. ഈ പഞ്ചലോഹ വളകളൊക്കെ നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ടൈപ്പ് ഓഫ് വളകളാണ്. പിന്നെ ഓർഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ പഞ്ചലോഹത്തിൽ വരുന്ന ഓർണമെൻറ്റ്സിനൊന്നും തന്നെ ഗോൾഡ് കവറിങ് അല്ലെങ്കിൽ ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻറ്റ്സിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ് കളർ ഷെയ്ഡ് ഉണ്ടാവില്ല. ഇതാണ് ഫോർത്ത് പാറ്റേൺ. അടുത്തത് കമ്മലുകളാണ്. ആദ്യം തന്നെ ജുംക്കകൾ കണ്ടു തുടങ്ങാം. ചെറിയൊരു ജുംക്കയാണ്. ഗോൾഡൻ ബീഡ്സിൻ്റെയും സ്റ്റോണിൻ്റെയും ഒക്കെ വർക്ക് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജുംക്കയാണ് ഇത്. ഇതിൻ്റെ 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്.
ഫസ്റ്റ് വൺ വൈറ്റ് സ്റ്റോൺ വന്നിരിക്കുന്നത്, സെക്കൻഡ് റെഡ് ആൻഡ് തേർഡ് എമറാൾഡ് ഗ്രീൻ സ്റ്റോണിൻ്റെ വർക്ക് വന്നിട്ടുള്ളത്. അടുത്തത് ഇയർ സ്റ്റഡ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഇതാണ്. കുറച്ച് വലുപ്പത്തിലുള്ള ഒരു റൗണ്ട് ഷേപ്ഡ് ഇയർ സ്റ്റഡ് ആണിത്. ഇതിൽ ബീഡ്സിൻ്റെയും സ്റ്റോണിൻ്റെയും വർക്ക് വന്നിട്ടുണ്ട്. 3 ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ സെൻറ്റർ പോർഷനിൽ വൈറ്റ് ബീഡ് വന്നിട്ടുള്ളത്, സെക്കൻഡ് വൺ ബ്ലാക്ക് ആൻഡ് തേർഡ് വൺ ഈ ഒരു റെഡ് ബീഡ്സിൻ്റെ വർക്ക് വന്നിട്ടുള്ളത്. അടുത്തതും റൗണ്ട് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഇയർ സ്റ്റഡ് ആണ്. കുറച്ച് വലുപ്പത്തിലുള്ള ഒരു സിംഗിൾ സ്റ്റോൺ വർക്കാണ് വന്നിട്ടുള്ളത്. 2 ഡിഫറെൻറ്റ് കളർ ഷീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ബ്ലാക്ക് ആൻഡ് സെക്കൻഡ് വൺ ഈ ഒരു റെഡ് ഷെയ്ഡ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ. ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യേണ്ടുന്ന ഐറ്റത്തിൻ്റെ സ്ക്രീൻഷോട്ട് 9074618360 എന്നുള്ള ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മാത്രം മതി. ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും ഓർഡർ പ്ലേസ് ചെയ്യാനും മിലിയ ഫാഷൻ എന്നുള്ള ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ത്രൂവും നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ ക്വയറീസിനും ഓർഡേഴ്സിനും കഴിയുന്നത്ര ഫാസ്റ്റായിട്ട് തന്നെ ഞങ്ങൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മുടെ റിട്ടേൺ പോളിസി വരുന്നത് റോങ് പ്രൊഡക്റ്റ് റിസീവ്ഡ് അല്ലെങ്കിൽ ഡാമേജ്ഡ് പ്രൊഡക്റ്റ് റിസീവ്ഡ് ഈ 2 കേസസിൽ മാത്രമാണ് നമ്മൾ റിട്ടേൺ അവൈലബിൾ ആക്കാറുള്ളൂ. പ്രൊഡക്റ്റ് റിസീവ് ചെയ്ത് മാക്സിമം 7 ഡേയ്സിനുള്ളിൽ മാത്രമാണ് നിങ്ങൾക്ക് റിട്ടേൺ പ്ലേസ് ചെയ്യാൻ സാധിക്കുക. പ്രൊഡക്റ്റിൻ്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അൺപാക്കിംഗ് ഓർ അൺബോക്സിംഗ് വീഡിയോ മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ റിട്ടേൺ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് റിസീവ് ചെയ്ത് മാക്സിമം 7 ഡേയ്സിനുള്ളിൽ അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള അൺപാക്കിംഗ് വീഡിയോ ഈ സെയിം വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതിയാവും. വാട്സപ്പ് ചെയ്യേണ്ടുന്ന നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിട്ടേൺ പോളിസി വരുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ കളക്ഷനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പം എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ഒപ്പം കമൻറ്റും ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ബൈ.